സമയം 6:20. നമ്മൾ ഈ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്ലാൻഡിൽ നിന്ന് വെല്ലിംഗ്ടണിലോട്ടാണ്. അപ്പം നമ്മൾ എങ്ങോട്ടീ പോകുന്നതെന്നല്ലേ, ഞാൻ വളരെ ആകസ്മികമായി പരിചയപ്പെട്ട് നല്ല കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളീ പോകുന്നത്. ഇത്ര കാലത്തിൻ്റെ ഇടയിൽ ഇതാദ്യമായിട്ടാണ് ഞാനൊരു പ്രോപ്പർ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഈസ്റ്റർ കഴിഞ്ഞ് അടുത്ത ഈസ്റ്റർ ആവാറായെന്ന് എനിക്കറിയാം. എന്നാലും ഈ ഈസ്റ്റർ എനിക്ക് അത്രയും സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞാനിതൊരു വ്ളോഗായിട്ട് തന്നെ ഇടണം എന്ന് വിചാരിച്ചത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് കുറച്ചൊരു ലോങ് ജേർണിയാണ്. നമുക്ക് ഓക്ലാൻഡിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 8 hours നമുക്ക് ഡ്രൈവ് ഉണ്ട്. പൊതുവേ അങ്ങനെ കാർ ഡ്രൈവ്സൊക്കെ പ്രിഫർ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എനിക്കങ്ങനെ അധികം കുറേ നേരം റോഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റാറില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് ഇങ്ങനെ വളവും തിരിവൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് മോഷൻ സിക്നെസ്സും വോമിറ്റിംഗ് ടെൻഡൻസിയും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ പറ്റില്ല. എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ സ്റ്റോപ്സ് എടുത്തിട്ടൊക്കെയാണ് പോയത്. ഇങ്ങനെ BP-യിലൊക്കെ കയറി ചെറിയ സ്നാക്സും അതുപോലെ കുറച്ച് നേരം ഫുഡൊക്കെ അടിച്ചിട്ടാണ് നമ്മളിങ്ങനെ പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര യാത്രയുടെ ക്ഷീണം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഇത് എന്തെങ്കിലും കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ജസ്റ്റ് ഒരു സ്നാക്ക് പോലെ. രാവിലെ നേരത്തെ ഇറങ്ങിയതല്ലേ, അപ്പോൾ എന്തെങ്കിലും സാൻഡ്വിച്ച്, നമ്മൾ ചിക്കൻ ബൈറ്റ്സ് എടുത്തിരിക്കുക. പൊതുവേ നമ്മൾ നാട്ടിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മൾ പുലർച്ചെ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ രാത്രി ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കും. എന്തായാലും ഒരു ഇരുട്ടുള്ള സമയത്തായിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക ഡ്രൈവ് ചെയ്യാൻ. പക്ഷേ ന്യൂസിലാൻഡിൽ നമ്മൾ രാത്രി ഡ്രൈവ് ചെയ്യണേക്കാട്ടിലും നമുക്ക് രാവിലെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ്. ആ ഒരു പ്രകൃതിയുടെ ഭംഗിയും ആ ഓരോ റോഡ്സും ഓരോ ടെറേനും ഭയങ്കര ഡിഫറെൻ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അത്ര ബോറടിക്കത്തില്ല. നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റും. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറൈൻസ് കാണാൻ പറ്റും. എന്തായാലും ഞാൻ അതേ പോകുന്ന വഴിക്ക് ഈ ഒരു 8 hour ജേർണിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുറച്ചൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാൻ അത് കുറച്ചൊക്കെ ഷെയർ ചെയ്യാം. എന്തായാലും നമുക്കപ്പോൾ ഈ ജേർണി കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോൾ ടൗപ്പോയിൽ എത്തിയിരിക്കുകയാണ്. ന്യൂസിലാൻഡിലെ ആക്റ്റീവ് വോൾക്കാനോസും അതുപോലെ തന്നെ ജിയോ തെർമൽ ആക്ടിവിറ്റീസും ഉള്ളൊരു സ്ഥലമാണ് ടൗപ്പോ. ടൗപ്പോയിലുള്ള ഒരു പ്രത്യേകതയാണ് ഹോട്ട് വാട്ടർ പൂൾസ്. ഇപ്പോൾ ഈ കാണുന്നത് ഇത് ഭയങ്കര ചൂടുള്ള വെള്ളമായതുകൊണ്ട് അതിൻ്റെ ആവി വരുന്നതാണ്. ചില സ്ഥലങ്ങളിൽ എല്ലാം 100 degrees മുകളിലായിരിക്കും ചൂട്. ഇവിടുത്തെ വെള്ളത്തിൽ ഉള്ള മിനറൽസും ബാക്ടീരിയാസ്, ആൽഗി ഒക്കെ കാരണമാണ് വെള്ളത്തിൻ്റെ നിറം ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ട്രീറ്റഡ് ആയിട്ടുള്ള ഹോട്ട് വാട്ടർ പൂൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനും അതുപോലെ ഹെൽത്തിനൊക്കെ വളരെ ബെനിഫിറ്റാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സയൻറ്റിഫിക്കലി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ അധികം പറയാനുണ്ട്. അപ്പോൾ എന്തായാലും പിന്നീട് ഒരിക്കൽ ടൗപ്പോ വിസിറ്റിന് വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്ത് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ബാക്കി ട്രിപ്പിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ റോഡ് ട്രിപ്പിൻ്റെ ചെറിയ ചെറിയ ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം.
നമ്മളുടെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളിത് ഡെസ്റ്റിനേഷനിലെത്തിക്കുകയാണ്. നമ്മളിത് റെൻ്റൽ ചേട്ടൻ്റെയും പോട്ടറിൻ്റെയും വീട്ടിലെത്തിക്കുകയാണ്. പോട്ടർ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നതാണ്. ഇതാണ് ആൻ. അപ്പോൾ നമ്മളിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ്. ഇത് ഇവിടെ വീട്ടിലെത്തി നമ്മളിവിടെ വീടും പരിസരവും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് എല്ലാവർക്കും. അതെല്ലാം സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതിനുശേഷം ഇത് നമ്മൾ നേരെ ഇതേ ഫുഡ് അടിക്കാൻ കയറി. റെൻ്റിൽ പ്രിപ്പയർ ചെയ്ത ഭയങ്കര അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ആദ്യം തന്നെ ഫുഡ് അടിച്ചിട്ടാവാം ബാക്കി പരിപാടി എന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെ അടിപൊളി ബിരിയാണി എല്ലാം നമ്മളിത് കഴിക്കാൻ റെഡിയായി. അല്ലല്ല, ഇത് അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെൽ. ഇതാണ് നമ്മുടെ ഷെഫ് ആൻഡ് റൈസ് തന്നെ നന്നായി സെറ്റ് ചെയ്ത്. എനിക്ക് വല്ല എല്ലുള്ള എന്തെങ്കിലും പീസ് ഇട്ട് മതി മതി, എത്ര മതി. ഒന്നും പറയാനില്ല, ഭയങ്കര അടിപൊളി ബിരിയാണി ആയിരുന്നു. എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. പിന്നെ നമുക്ക് അത്യാവശ്യം വിശപ്പും ഉണ്ടായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് അത് കാലിയാക്കി തന്നെ പറയാം. നമ്മളപ്പോൾ അങ്ങനെ ഫുഡ് അടിക്ക് ശേഷം ഇവിടെ അടുത്ത് തന്നെയുള്ള വയോഹിൻ ഗോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ സ്ഥലത്ത് വാക്കിംഗ് ട്രാക്സും അതുപോലെ ക്യാമ്പിംഗ് സൈറ്റ്സ്, ഹാങ്ങിങ് ബ്രിഡ്ജ്, അങ്ങനെ ഒരു ചെറിയൊരു അരുവിയൊക്കെ പോകുന്നൊരു സ്ഥലമാണ് ഈ ഗോജ് എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ. നമ്മൾ ഏകദേശം ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ നമ്മൾ അധികം വാക്കിംഗ് ട്രാക്സിലൊന്നും അങ്ങനെ പോയില്ല. എന്നാലും ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് ഒന്ന് പോയി, ആ റിവറിൻ്റെ അവിടേക്ക് ഒന്ന് പോയിട്ട് ജസ്റ്റ് തിരിച്ചു പോന്നു. പക്ഷെ പോകുന്ന വഴിയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മളൊരു കാട്ടിൽ കൂടിയൊക്കെ ആയിരുന്നു പോകുന്നുണ്ടായിരുന്നത്. ഫുള്ളൊരു കാടൊക്കെ ആയിരുന്നു അകത്തേക്ക് ഇങ്ങനെ കയറും തോറും. നിങ്ങൾക്കറിയോ, ന്യൂസിലാൻഡിൽ വൈൽഡ് ആനിമൽസ് അധികം ഇല്ല എന്നല്ല, ഒട്ടും തന്നെ ഇല്ല. നമുക്കതുകൊണ്ട് ഏത് കാട്ടിലും ഏത് പൊന്തക്കാട്ടിലും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. ഒരു പാമ്പോ പഴുതേരയോ അങ്ങനെ ഒന്നുമില്ല. അതുകൂടാതെ പുലി, സിംഹം അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം നമുക്ക് ഭയങ്കര സുഖമായിട്ട് എവിടെ വേണേലും ക്യാമ്പിങ് ചെയ്യാം, എവിടെ വേണേലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളങ്ങനെ വോക്കെല്ലാം കഴിഞ്ഞ അവസാനം നമ്മളിത് വീട്ടിലെത്തി. ഇപ്പൊ ഇത് നമ്മൾ ഡിന്നർ നോക്കി. ഡിന്നർ പരിപാടിയിലോട്ട് എന്താണ് ഷെഫ് ഇന്നത്തെ സ്പെഷ്യൽ? ചിക്കൻ ഫ്രൈ. ഓ മൈ ഗോഡ്, ഷെഫിന്റെ വക ഇന്നത്തെ ബിരിയാണി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മള് 65 കഴിക്കാൻ പോവാണ്. ഇവിടെ വന്നിട്ട് ഞാനൊരു എക്സ്ട്രാ 2 കിലോ കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഫുഡ് അടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുഡ് കഴിക്കലായിരുന്നു. ഉച്ചയ്ക്ക് ബിരിയാണി, ഇത് രാത്രിക്കുള്ളതാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഈസ്റ്റർ, മോർണിംഗിന് വേറെ ഡിഷസ്, ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് വേറെ ഡിഷസ്, അങ്ങനെ ഫുൾ ഫുഡ് അടി തന്നെയായിരുന്നു ഈ ഒരു 2 days. എന്താ രസം ഗാർഡനിൽ പോയിട്ടൊക്കെ പച്ചമുളക് പറിക്കുന്നു. പച്ചമുളക് ഉണ്ടായിരുന്നു. അറിമാറി ഇത് കോമ്പറ്റീഷനാണ്. ആരുടെ ഫുഡാണ് ഇന്നത്തെ അടിപൊളി എന്ന് നോക്കണം. കോമ്പറ്റീഷനാണ്. ഒരാളിത് ഇവിടെ ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്നു, ഒരാളിത് ഇവിടെ കല്ലുമ്മക്കായ് പ്രിപ്പയർ ചെയ്യുന്നു. വല്ല ഗെയിം കിട്ടിയ പിന്നെ ജിതിൻ അവിടെ അങ്ങ് കൂടിക്കോളും. എന്തായാലും ഈ പിള്ളേരുടെ കൂടെ കളിച്ച് തോറ്റേൻ്റെ വിഷമത്തിലാണ് തിരിച്ചെത്തിയത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ എല്ലാം കഴിഞ്ഞ് അടുത്ത ഈസ്റ്റർ ആവാറായെന്ന് എനിക്കറിയാം. എന്തായാലും ഈ ഈസ്റ്റർ എനിക്ക് വളരെ സ്പെഷ്യലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വ്ളോഗാക്കി ഇടണം, ഈസ്റ്റർ വ്ളോഗാക്കി തന്നെ ഇടണം എന്ന് എനിക്കൊരു നിർബന്ധമുണ്ടായി.
അപ്പോൾ പള്ളിപ്പരിപാടിയെല്ലാം കഴിഞ്ഞ് രാവിലത്തെ നമ്മുടെ ബ്രെഡ് ഇസ്റ്റു നമ്മൾ കഴിക്കാമായിരുന്നു. നമ്മൾ അടിപൊളിയായിട്ട് തന്നെ രാവിലെ പോളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രെഡ് ഇസ്റ്റും വന്നു, അതിനുശേഷം കട്ട്ലേറ്റ് വന്നു, പിന്നെ ദേ ഏവക്കുട്ടി വന്നു. ഏവയുടെ കൂടെ കളിക്കുകയാണ് നമ്മൾ കുറച്ച് നേരം. അങ്ങനെ ഇന്നത്തെ ഈസ്റ്റർ ദിവസം നമ്മളുടെ ഫുൾ കളിയും ചിരിയും തമാശയും പുതിയ കുറച്ച് നല്ല ഫ്രണ്ട്സിനെ പരിചയപ്പെടലും അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടാണ് നമ്മുടെ ഇത്തവണത്തെ ഈസ്റ്റർ പോയത്. എന്തായാലും ഇവരെ എല്ലാം പരിചയപ്പെടാൻ കാരണം ജിതിൻ്റെ ഫ്രണ്ടായ ആൻഡ്രി ചേച്ചിയും ഗാവിൻ ചേട്ടനും കാരണമാണ്. ആൻഡ്രി ചേച്ചിയും ഗാവിൻ ചേട്ടനും ഫ്രണ്ട്സാണ് ഈ പറയുന്ന റെൻഡലും ആനുമെല്ലാം. റെൻഡലും ആൻറ്റിയും പരിചയത്തിനാണ് നമ്മൾ ശ്രീനിയും നിയേനെയൊക്കെ പരിചയപ്പെടുന്നത്, ഏവക്കുട്ടീനെയൊക്കെ പരിചയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് വഴി ഇഷ്ടംപോലെ ഫ്രണ്ട്സിനെ ഇവിടെ ന്യൂസിലാൻഡ് വന്നിട്ട് നമുക്കായി. ഇപ്പം നല്ല കുറച്ചധികം ഫ്രണ്ട്സിനെ തന്നെ എനിക്കിവിടെ വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ ഈ ഈസ്റ്റർ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഇത്തവണത്തെ ഈസ്റ്റർ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇതൊരു ഈസ്റ്റർ വ്ളോഗായിട്ട് എടുക്കണം എന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയ ഏറ്റക്കുറച്ചിലുകളുണ്ട്. പക്ഷേ ഇവിടെ എത്തി നമ്മളെല്ലാവരും ഈസ്റ്ററൊക്കെ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ എനിക്കിതൊരു സിംഗിൾ വീഡിയോ ആയിട്ട് തന്നെ ഇടണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഈസ്റ്റർ വ്ളോഗാക്കി മാറ്റിയത്. എന്തായാലും നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ വെല്ലിംഗ്ടൺ വീഡിയോസും അതുപോലെ വെല്ലിംഗ്ടൺ നമ്മൾ ട്രിപ്പ് പോയതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തവണത്തെ ഈസ്റ്റർ അടിച്ചു പൊളിച്ച് നമ്മളിതേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. പടക്കം പൊട്ടിച്ചും അങ്ങനെ ആഘോഷിച്ചും എല്ലാം നമ്മൾ ഇത്തവണ വളരെ ഹാപ്പിയായി. കുറച്ചധികം നല്ല ഫുഡ്, കുറച്ചധികം നല്ല ഫ്രണ്ട്സ് എല്ലാമായിട്ട് ഇത്തവണത്തെ ഈസ്റ്റർ അടിച്ചു പൊളിച്ചു. ഇവിടെ ന്യൂസിലാൻഡിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫയർ ക്രാക്കേഴ്സ് യൂസ് ചെയ്യാൻ അത്ര അധികം പറ്റത്തില്ല, എപ്പോഴും യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചൈനീസ് പടക്കങ്ങൾ വെച്ചിട്ടാണ് ഇത്തവണത്തെ ഈസ്റ്റർ ആഘോഷിച്ചത്. എന്തായാലും എല്ലാവരും അത്രയും ഹാപ്പി ആയിരുന്നു, എല്ലാവരും അത്രയും എൻജോയ് ചെയ്തു. നമ്മളെ ഹോസ്റ്റ് ചെയ്ത റെൻഡൽ ചേട്ടനും ആനും വളരെയധികം താങ്ക്സ് ഉണ്ട്. കാരണം അത്രയധികം അടിപൊളിയായിട്ടാണ് അവർ നമ്മളെ ഹോസ്റ്റ് ചെയ്തത്. ഫുഡ് കഴിച്ചതിനൊരു കയ്യും കണക്കുമില്ല. ഇപ്പോഴും അവരുടെ ഫുഡിൻ്റെ ടേസ്റ്റ് എൻ്റെ മനസ്സിലും വായയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇനിയുള്ള ഈസ്റ്ററുകളും ഇതുപോലെ എനിക്ക് അടിപൊളിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ഈസ്റ്റർ വ്ളോഗ് ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതത്ര പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. എന്തായാലും നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.